Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir, I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. I never really know what love is, but whatever it is, I feel it in your kiss. You walked in like somebody planned it all. I feel right where I belong. At least all week, my heart is strong. So give me your word, and I'll give you all I got. No, we don't have much, but it sure feels like a lot. So take my heart and take my hand. Take my heart, take my hand. Take my heart, take my hand again and again. Right where we stand. Take my heart and take my hand. I'll be your lover and I'll be your friend. Take my heart and take my hand again and again. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്റെ നാമത്തിൽ അത്യുന്നത ദൈവത്തെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും നയിക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കാരണവാനായ ദൈവമേ, മംഗല കർമ്മത്തിനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജീസ്മോനെയും അനസയും തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചതായ അങ്ങേ ആനന്ദമായിരുന്നു ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പര വിവാഹം നിശ്ചയം ചെയ്യുവാൻ പോകുന്ന ഇവരെ ആശീർവദിക്കണമേ. പരസ്പര ധാരണയാലും ഐക്യത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അന്യോന്യം താങ്ങും നിറഞ്ഞായി വ്യാപരിക്കാനും വേണ്ട പ്രസാദവരം ഇവർക്ക് നൽകണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അവസാന ദിവസം അങ്ങനെ നേരിൽ കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. സ്ഥലത്തിന്റെ നാഥ എന്നേക്കും. ഞങ്ങൾ അങ്ങയുടെ പ്രമാണത്തിൽ ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങയുടെ പ്രമാണത്തിൽ ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. കർത്താവേ, ഞാൻ അങ്ങയെ തേടി വരുന്നു. നിയമം ലംഘിക്കുവാൻ എന്നെ അനുവദിക്കരുതേ. അങ്ങയുടെ പ്രമാണത്തിൽ ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ അങ്ങയുടെ നിയമങ്ങൾ അനുസരിക്കും. അങ്ങേ പ്രമാണത്തിൽ ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. നിയമങ്ങൾ ഞാൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. സർവസമ്പത്തിനുപരിയായി ഞാൻ അവയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പ്രമാണത്തിൽ ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങനെ കൽപ്പനകളെ പറ്റി ഞാൻ ധ്യാനിക്കുന്നു. അങ്ങയുടെ മാർഗത്തെ പറ്റി ചിന്തിക്കുന്നു. അങ്ങയുടെ പ്രമാണത്തിൽ ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ ആനന്ദിക്കുന്നു. അങ്ങയുടെ വാക്കുകൾ ഞാൻ വിസ്മരിക്കില്ല. അങ്ങയുടെ പ്രമാണത്തിൽ ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ സ്തുതി അതുപോലെ തന്നെ. സഹോദര ഉത്തമഗീതത്തിനുള്ള വായന. ഉത്തമഗീതം 2:1-4. ഞാൻ സാറന്നിലെ പുഷ്പം പോലെയും ലില്ലി പോലെയും ആകുന്നു. മുളുകളുടെ ഇടയിൽ ലില്ലി എന്ന പോലെ, കന്യകളുടെ ഇടയിൽ എൻ്റെ ഓമന, കാട്ടുമരങ്ങളുടെ ഇടയിൽ ആപ്പിൾ വൃക്ഷം എന്ന പോലെ ആകുന്നു. യുവജനങ്ങളുടെ മധ്യേ എൻ്റെ പ്രിയൻ, അതിൻ്റെ നിഴലിൽ ആനന്ദപൂർവ്വം ഞാൻ ആശ്രയിക്കുന്നു. അതിൻ്റെ പഴം എനിക്ക് മധുരപൂർണ്ണം അത്രേ. വിരുദ്ധശാലയിലേക്ക് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുവന്നു.
സ്നേഹപാത എന്റെ മേൽ പിടിക്കുന്നു. ഞാൻ സ്നേഹപരവശാൽ മുന്തിരിയടയാണ്. എന്നെ ശക്തിപ്പെടുത്തുവാൻ ആത്മപടങ്ങൾ തന്ന് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ നിർവഹിക്കാൻ പോകുന്ന വിവാഹകർമ്മത്തിൽ മരണം വരെ വിശ്വസ്തയോടും സന്തോഷത്തോടും കൂടി ഉറച്ചു നിൽക്കാൻ ആവശ്യമായ അനുഗ്രഹത്തിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വിവാഹം ചേർക്കുവാൻ പോകുന്ന ജീസുമോനെ മനസ്സിയെയും ദൈവത്തിന് സമർപ്പിച്ച് കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇവർ ചെയ്യാൻ പോകുന്ന വിവാഹ ഉടമ്പടിയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും അതീതമായി എല്ലായ്പ്പോഴും സ്നേഹത്തോടെ ജീവിക്കുവാൻ മാതൃകാപരവും സുഖസമൃദ്ധമായ ക്രിസ്തീയ ജീവിതം അന്ത്യം വരെ നയിക്കുവാൻ പങ്കെടുത്ത ഒരു അത്ഭുതം തന്നെ പ്രവർത്തിച്ചത് മധുവർമായ കർത്താവെ ഇവരെയും ആശീർവദിക്കണമേ. സന്തോഷത്തിനും സന്താപത്തിനും സമ്പത്തിനും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതാന്തം വരെ ഒരുമേൽ വർദ്ധിക്കുവാൻ ഇവരെ സഹായിക്കണമേ. സഹത്തിന്റെ നാഥാർത്ഥ്യം നയിക്കും. Knees on the floor, I finally found everything I needed. You lifted my soul and opened up my eyes. And I never knew anything lasts forever till I found you, till I found you. I never dreamed anything could be better till I found you, till I found you. All the days I'm chasing after what won't last. I'm done with building these castles that crumble like sand. Oh, knees on the floor, I finally found that everything I needed was always right in front of me. You gave me a name and you changed everything, yeah, yeah. Forever
പ്രിയപ്പെട്ടവരെ, വാഗ്ദാനത്തിനായി വന്നിരിക്കുന്ന ജിസ്മോനെയും അനിശ്ചിതയും ജീവിതത്തിൽ മുമ്പേ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ ദൈവത്തിന് സ്തുതി. മനുഷ്യർക്ക് സമാധാനവും ആശയും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദൈവമേ, അങ്ങയുടെ വിളി സ്വീകരിച്ച വിവാഹക്കാരനെതിരായി ഹൃദയായിക്യത്തെ ജീവിക്കുവാനുള്ള തങ്ങളുടെ സമ്മതം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അങ്ങനെ സന്നിധിയിൽ അടഞ്ഞിരിക്കുന്ന ഈ വിവാഹ അർത്ഥികളെ ആശീർവദിക്കണമേ. മാതൃകപരമാക്കുന്ന ജീവിതത്തിന് ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. പിതാവും തന്നും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാർഗത്തിൽ ചരിക്കുന്നവരും അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാർ. പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവരും ഭാഗ്യവാന്മാർ. അങ്ങയെ തേടുന്നു, അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ പുറപ്പെടുന്ന ശാസ്ത്രങ്ങളെ എന്റെ അധരങ്ങൾ പ്രഘോഷിക്കും. സമ്പത്സമർത്ഥരെന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ തരുന്നതിൽ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടിയുറപ്പിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന ഇവരെ അങ്ങയുടെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. വിവാഹ ജീവിതത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കുവാനും അതിനുവേണ്ടി സ്വയം സജ്ജമാകുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഉദ്ധാരം നീ അരുളുന്നു, അക്ഷയമവനുടെ ആത്മാവേ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, സ്തുതിയുമായി നിങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ. വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ, പരിപാലനാം സർവേശ്വരി. പരിപാലനാം അമർത്യരി, കാരുണ്യം നീ ചൊരിയണമേ. ദീർഘനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ വചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, ഞാൻ മനുഷ്യരുടെയും ദേവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയവുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലവും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ സാക്ഷികളായി തീർന്നിടുവാൻ കർത്താവേ ധരണിയിൽ നീ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നീ സുവിശേഷം പൂകിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നീ സുവിശേഷം പൂകിരണം ചൊരിയട്ടെ. ആഹാരം നിങ്ങളോടുകൂടെ അങ്ങയോട് അങ്ങയുടെ ആത്മാവോടും കൂടെ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളെ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. ത്തിന്റെ ഏറ്റവും സ്നേഹനിധിയായ ചന്ദ്രച്ച ഇന്നത്തെ ഈ വിവാഹ വാഗ്ദാന കർമ്മത്തിന് മുഖ്യ കാരണത്വം വഹിക്കുന്ന മറ്റു പിള്ളച്ച, കിഴക്കലിച്ച, ഇബിനച്ച, ഇന്നത്തെ ദിവസത്തിന്റെ ശ്രദ്ധേയ താരങ്ങളായ ജീസ്മോൻ, അനക്സി, വൈകിൽ എക്സ്റയിൽ കുടുംബാംഗങ്ങളെ, രണ്ടാറ് മരിയാപുരം ഇടവകാംഗങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളായിട്ടുള്ളവരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഏറ്റവും ആദ്യം തന്നെ ജീസ്മോനും അനക്സിക്കും നിങ്ങൾ നടത്താൻ പോകുന്ന വിവാഹ വാഗ്ദാനത്തിന് എല്ലാവിധ മംഗളങ്ങളും ആത്മാർത്ഥമായിട്ട് നേരുകയാണ്. ഈ വരുന്ന ശനിയാഴ്ച 1-ാം തീയതി മരിയാപുരം ദേവാലയത്തിൽ വെച്ച് നിങ്ങൾ വിവാഹത്തിനായി ഈ വിശുദ്ധ സഭയിലെ ശ്രേഷ്ഠമായ ഒരു കുടുംബത്തിന് നിങ്ങൾ രൂപം കൊടുക്കുകയുമാണ്. അതിനുമുമ്പ് നിങ്ങൾ ഈ വാക്ക് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ടത്? ഈ ചുറ്റുമിരിക്കുന്നവരെല്ലാം പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. വിവാഹ വാഗ്ദാനം എന്തുകൊണ്ടാണ് സഭയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നിൽക്കുന്നതും നമ്മളെ പരിപാലിക്കുന്നതും നമ്മൾ രക്ഷ പ്രതീക്ഷിക്കുന്നതുമെല്ലാം ദൈവത്തിന്റെ വാക്കിനെ അടിസ്ഥാനമാക്കിയാണ്. ദൈവം തന്ന വാക്കിൽ വിശ്വസിച്ചതുകൊണ്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുക. അതുകൊണ്ട് സൃഷ്ടിക്കുന്ന വാക്ക് എന്നതുപോലെ നമ്മുടെ കുടുംബജീവിതം നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയാണ്. അതിൽ നമുക്ക് ഈ വാക്ക് നൽകുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാവട്ടെ. അതിന് ഏറ്റവും ഉത്തമമായ മാതൃക ദൈവത്തിന്റെ വാക്കുകളിൽ, വാഗ്ദാനങ്ങളിലുള്ള വിശുദ്ധ വാഗ്ദാനത്തിന് അടിസ്ഥാനപരമായിട്ടുണ്ടാകണമെന്ന് സഭ ആഗ്രഹിക്കുക 2 പുണ്യങ്ങളാണ്. അത് വിശ്വസ്തതയും സ്ഥിരതയുമാണ്. ഒരു ദിവസത്തേക്കോ, ഒരു മാസത്തേക്കോ, ഒരു വർഷത്തേക്കോ അല്ല നിങ്ങൾ വാക്ക് പറയുക, മറിച്ച് നിങ്ങളുടെ ഫണ്ടമെന്റൽ ഡിസിഷൻ ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണ്. അതുകൊണ്ട് വിശ്വസ്തത അതിനോട് മാതൃകകളാണ്. ഔസേപിതാവും എലിസബത്തുമാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദൈവവാക്കിനോട് അനുരൂപപ്പെടുകയും അനുകരിക്കുകയും ചെയ്യുന്ന ഉത്തമ മാതൃകകളായിട്ടുള്ള ഔസേപിതാവും എലിസബത്തും സ്വർഗത്തിൽ നിങ്ങൾക്ക് മധ്യസ്ഥരാവട്ടെ. ഈ ദേവാലയം ഇരിക്കുകയാണ്. ഈ ദേവാലയത്തിൽ നിങ്ങൾ നൽകുന്ന വിവാഹ വാഗ്ദാനം അവിശ്രാന്തം തുടരുവാനായിട്ടും കാത്തു സൂക്ഷിക്കാനായിട്ടും നിത്യനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ. സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി സ്വജീവൻ സമർപ്പിക്കുകയും ചെയ്തു. സഭ അവിടുത്തെ വിശുദ്ധ പുലർത്തുകയും ചെയ്യുന്നു.
ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിൻ്റെ ഈ കൗതാശിക സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്ത ബോധത്തോടെയും പൂർണ്ണ മനസ്സോടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നതെന്നും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ സഭ നിങ്ങൾക്കിപ്പോൾ അവസരം നൽകുകയാണ്. ജിസ്മോ എന്ന് വിളിക്കപ്പെടുന്ന ജോസഫ് മിശിഹായുടെ നിയമവും തിരുസഭ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണ സമൂഹത്തോടും കൂടെ അനക്സി എന്ന് വിളിക്കപ്പെടുന്ന എലിസബത്തിനെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അനക്സി എന്ന് വിളിക്കപ്പെടുന്ന എലിസബത്ത് മിശിഹായുടെ നിയമവും തിരുസഭ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടെ ജിസ്മോൻ എന്ന് വിളിക്കപ്പെടുന്ന ജോസഫിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനത്തിന് അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ടി കർത്താവേ ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തീയ വിവാഹം ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാണെന്നും മരണം വരെ നിലനിൽക്കുന്നതാണെന്നുമുള്ള ബോധ്യത്തോടെ ഇവരെ ഈ കൂദാശ സ്വീകരിക്കുന്നതിന് ഒരുങ്ങുവാൻ ഈശോയാണ് ഇവരെ പരസ്പരം യോജിപ്പിക്കുന്നതെന്ന് അറിയുവാനും വിവാഹ ജീവിതത്തിന് പരസ്പര ഐക്യവും വിശ്വസ്തതയും ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട് വിവാഹത്തിന് ഒരുങ്ങുവാൻ വിവാഹബന്ധത്തിന്റെ അഭേദ്യവും കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളും ശരിയായ ത്യാഗങ്ങൾ ഏറ്റെടുത്തതിന് സന്നദ്ധയുള്ളവരായി തീരുവാൻ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഇവർ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും പ്രത്യാശാനിർഭരമായ പ്രാർത്ഥനയിലൂടെ വിവാഹ ജീവിതത്തിന് സ്വയം സജ്ജമാകുവാനും നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ഒരുങ്ങുന്നവരെ സ്നേഹത്തിൽ വളർത്തണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ഇവരിൽ ചൊരിഞ്ഞ് ഇവരെ പരിപാലിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. വധുവരന്മാരെ പ്രത്യേകമായ വിധം അനുഗ്രഹിച്ചും മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചും അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥനാ നിരതരായി വിവാഹത്തിന് ഒരുങ്ങുവാൻ കാരണവാനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ ദീർഘമത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. I've been searching for this moment, one that I can call my own. I've been searching for this moment, running free I'll find my home. I've been lost and I've been broken, holding on to what I know. I've been waiting for this moment. This time I'll do it on my own.
time I'll do it on my own. This time I know I'll find my way. 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 I will find my way. Nothing's gonna hold me back. This time I know I'll find. I know I'll find. I will find my way. Nothing's gonna hold me back. This time I know I'll find. I know I'll find. കപ്പിളിനെ നമുക്കിവിടെ കിട്ടിയത് തന്നെ ഇവരുടെ പാരൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് രണ്ടുപേരുടെ പാരൻസിനെ സിബ്ലിങ്സിനെയും കൂടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. ജീസ്മോൻ ചേട്ടൻ്റെ പപ്പ സണ്ണി ജോസഫ്, മമ്മി റെജിമോൻ സണ്ണി, വല്യമ്മച്ചി മേരി ജോസഫ്, അലക്സിയുടെ ഡാഡി ക്ലൈസൻ ജോർജ്, മമ്മി ജോഷി ക്ലൈസൻ, സിസ്റ്റർ റോസ്മേരി, എല്ലാവരും വീട്ടിലേക്ക് വരും. तू चले संग चले सभी गुल, अपना है ये ख्याल, अपना है ये ख्याल. तू चले संग चले सभी गुल, अपना है ये ख्याल, अपना है ये ख्याल. है ऐसा लगे वहाँ रोज खिले गुल, जहाँ तेरा आना जाना. है ऐसा लगे गुल गलती से बन गए, रब ने था तुझे बनाना. ये महका मौसम हुस्न का आलम है, तेरी ही परछाई. अपना है ये ख्याल, अपना है ये ख्याल. तू चले संग चले सभी गुल, अपना है ये ख्याल, अपना है ये ख्याल. देना दिलकड़ाने ना, देना दिलकड़ाने ना, देना दिलकड़ाने ना, तेरे नाना. तेरे दिलकड़ाने ना, देना तो जाने ना, जाने ना मानी. जाना तेरा ख्याल, जाना तेरा क्या हाल, तेरे जिया की ताल सुरमई. आँखों में है शबाब जैसे खिले गुलाब, देखे ऐसे ही ख्वाब हम कई. तेरे आने से यार ऐसा आया निखार, जैसे आई बाहर हो नहीं. तेरे होठों के जाम पी लूं सुबह शाम, तू तो मेरा ही नाम हो गई. मेरी दुनिया में तूने है रंग भरा, मेरे साथ ये दुनिया देख जरा. मेरी तू ही तो है प्यारी दुनिया, सारी दुनिया. मेरे हम कदम तू चले संग चले सभी गुल, अपना है ये ख्याल, अपना है ये ख्याल. है ऐसा लगे वहाँ रोज खिले गुल, जहाँ तेरा आना जाना. है ऐसा लगे गुल गलती से बन गए, रब ने था तुझे बनाना. ये महका मौसम हुस्न का आलम है,
महक गई है ले खुशबू महका तेरा जो है ये आंचल फूलों की तू है रानी या फिर तू है कोई संदल भीनी भीनी बातें सहज सुगम मौसम पिया मेरे ऐसे मौसम अब आएंगे हरदम तू जो मुझे हासिल नैना करे झिलमिल साथी तेरे होने से हैं खुशियों के ये काफिले तू चले संग चले सभी अपना है ये ख्याल अपना है ये ख्याल है ऐसा लगे गुल जल्दी से बन गए अपने दा तुझे बनाना हे ऐसा लगे महाराज खिले गुल जहाँ तेरा आना जाना ये महका मौसम हुस्न का आलम है तेरी ही परछाई अपना है ये ख्याल अपना है ये ख्याल तू चले संग चले सभी गुल अपना है ये ख्याल अपना है ये ख्याल
जैसे तुम हो ऐसा कोई ना मिला, कोई है धागा जो है हमको जोड़